നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ ഒറ്റുകൊടുത്ത ഈ രാജ്യത്തെ ഈ രാജ്യത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ജമായത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടി ഈ രാജ്യത്തിന്റെ അതിർത്തികൾ ഇന്ത്യൻ സൈന്യത്തിന് നേരെ വെടിവെപ്പ് നടത്തി പോയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ വിഭാഗമായ SDPI, ആ SDPIയെയും കൂടെ കൂട്ടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗാണ് ഈ നാടിന്റെ മതനിരപേക്ഷതയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണേണ്ടത് ഈ കേരളത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം എന്താ? ഈ നാട്ടിൽ കേരളത്തിലെ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം എന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള മുദ്രാവാക്യമാണ്. അല്ലാതെ UDF ഉയർത്തുന്നത് പോലെ പണമുള്ളവന് വേണ്ടിയുള്ള മുദ്രാവാക്യമല്ല. എല്ലാവർക്കും വീട്, അതിനാണ് ലൈഫ് ഭവന പദ്ധതി. 5.5 ലക്ഷത്തിൽ പരം വീടുകൾ നൽകി. എല്ലാവർക്കും ഭൂമി, 4,12,000 കുടുംബങ്ങൾക്കാണ് ഭൂമി നൽകിയത്. എല്ലാവർക്കും ഇന്റർനെറ്റ്, 10 ലക്ഷം BPL കുടുംബങ്ങൾക്കാണ് സൗജന്യമായി ഇന്റർനെറ്റ് നൽകിയത്. എല്ലാ വീടുകളിലും വൈദ്യുതി. ഈ രാജ്യത്തു തന്നെ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കിയ ഒരേ ഒരു സംസ്ഥാനമേ ഉള്ളൂ, അത് ഈ നമ്മുടെ കേരളമാണ്. എല്ലാവർക്കും നല്ല ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്ന നാടാണ് കേരളം. എല്ലാവർക്കും നല്ല മെച്ചപ്പെട്ട അന്തരീക്ഷത്തിൽ പഠിക്കാനുള്ള വിദ്യാഭ്യാസം നൽകാനുള്ള സൗകര്യം, എല്ലാവർക്കും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഈ കേരളത്തിലെ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം. എന്നാൽ UDF ചെയ്തത് ലൈഫ് ഭവന പദ്ധതി ഞങ്ങൾ നിർത്തലാക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ പെൻഷൻ അത് അട്ടിമറിച്ചവരാണ് ഈ കേരളത്തിലെ UDF. വിദ്യാഭ്യാസ മേഖലയെയും ആരോഗ്യ മേഖലയെയും കച്ചവടവൽക്കരിച്ചവരാണ് ഈ കേരളത്തിലെ UDF. അത് ഈ കേരളത്തിലെ ജനങ്ങൾ മറക്കില്ല. ഇടതുപക്ഷ വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും ഈ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കും.